ഒന്നിൽ നിന്നും പത്തിലേക്ക് ഒരു ഡൗൺഫോൾ ആർക്കും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളിത് അംഗീകരിച്ചേ പറ്റൂ. നമ്മളിത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. നമ്മുടെ വിധിയാണിത്. നമ്മുടെ ദുര്യോഗമാണ്. ഈ മാർക്കോ സിനിമ ആക്ഷൻ മൂവീസിന്റെ കാര്യത്തിൽ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു എന്ന് പറയുന്നത് പോലെ ഇവാൻ വുക്കോമാനോവിച്ച് എന്ന പരിശീലകൻ ഈ ക്ലബിൽ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അത്ര വേഗത്തിൽ ആർക്കും വന്ന് മറികടക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം അത് സിമെന്റ് സെറ്റഡ് ആണ്, കോൺക്രീറ്റ്ലി റോക്ക്ഡ് ആണ് എന്നൊക്കെ പറയണം. അത്രമാത്രം ഉറപ്പുള്ള ഒരു ബെഞ്ച് മാർക്കാണ് ഇവാൻ ആശാൻ സ്ഥാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ഇവാൻ വുക്കോമാനോവിച്ചിന്റെ പ്രകടനം മോശമാണ് എന്ന് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ മനുഷ്യന് കിട്ടിയ സ്ക്വാഡ് അപര്യാപ്തമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കുറെ വേട്ടനായ്ക്കൾ അയാളെ കടിച്ച് കീറാൻ തുനിഞ്ഞിരുന്നു. അവരുടെ വിളറി പിടിപ്പിക്കുന്ന കുരകളുടെ ശബ്ദമൊക്കെല്ലാം ഇപ്പം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വൈപരീത്യം. കഴിഞ്ഞ ISL സീസണിൽ ഡിസംബർ വെക്കേഷനിൽ അല്ലെങ്കിൽ ഡിസംബർ ബ്രേക്കിന് പിരിയുന്ന സമയത്ത് അല്ലെങ്കിൽ ന്യൂ ഇയർ ഈവിലേക്ക് വരുമ്പോൾ 2023 എന്ന കലണ്ടർ ഇയർ അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നാം സ്ഥാനത്തായിരുന്നു. രണ്ടാം സ്ഥാനത്ത് ഈ വർഷം 2024 കലണ്ടർ ഇയറിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 10ാം സ്ഥാനത്താണ്. അതാണ് ഒന്നിൽ നിന്നും 10ലേക്കാണ് നമ്മുടെ ഡൗൺഫോൾ. കഴിഞ്ഞ സീസണിൽ 12 മത്സരങ്ങളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നാം സ്ഥാനത്ത് എത്തി നിന്നായിരുന്നു ഡിസംബർ ബ്രേക്കിൽ പിരിയുന്നത്. 12 മത്സരങ്ങളിൽ നിന്നും 26 പോയിന്റ് ബ്ലാസ്റ്റേഴ്സ് കളക്ട് ചെയ്ത് ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നു. ഈ 2024 സീസൺ അല്ലെങ്കിൽ 2024-25 സീസണിലേക്ക് വരുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. 12 മത്സരങ്ങളിൽ നിന്നും അവർക്കും 26 പോയിന്റ്. കഴിഞ്ഞ സീസണിൽ ഇവാൻ വുക്കോമാനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് നേടിക്കൊടുത്ത അതേ പോയിന്റ് ആണ് ഇപ്പം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥാനം എവിടെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥാനം 10ാം സ്ഥാനത്താണ്. 13 മത്സരങ്ങളിൽ നിന്ന് -2 ഗോൾ ഡിഫറൻസുമായിട്ട് നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കേവലം 14 പോയിന്റ്. നീയൊക്കെ കൂടി ഈ ക്ലബിനെ അങ്ങ് ഉദ്ധരിച്ച് തന്നിട്ടുണ്ടല്ലോ. ഈ നിഖിലണ്ണയും കൂട്ടരും കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബിനെ എത്രമാത്രം ഡൗൺഗ്രേഡ് ചെയ്തു എന്നുള്ളതിൻ്റെ മറ്റൊരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ഈ ഒരു പ്രകടനം. അതെ, ആ മനുഷ്യനിട്ട ബെഞ്ച് മാർക്ക് അത്ര വേഗത്തിൽ ആർക്കും അഴിക്കാൻ പറ്റില്ല.